നമ്മുടെ ജീവിതയാത്രയിൽ എല്ലായ്പ്പോഴും എല്ലാ സാഹചര്യങ്ങളും നമുക്ക് അനുകൂലമായി കൊള്ളണമെന്നില്ല. പലപ്പോഴും നമുക്ക് നിയന്ത്രിക്കുവാൻ കഴിയുന്നതിനപ്പുറത്ത് സംഭവിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തെ വളരെ മോശമായി സ്വാധീനിച്ചേക്കാം. ഇത് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും നാം പറഞ്ഞേക്കാം. ജീവിതത്തിൽ കടന്നു വരുന്ന വിഷയങ്ങളുടെ നടുവിൽ തളർന്ന് താളടിയായി പോകാതെ ധൈര്യത്തോടെ അതിനെ ഫേസ് ചെയ്യാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും പലപ്പോഴും നാം ശ്രമിച്ച് പരാജയപ്പെടുകയാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവവേദനേ, ശത്രുവിന്റെ തന്ത്രങ്ങളുടെ നടുവിൽ നിലവിളിച്ച് നെടുവേർപ്പെട്ട് കരഞ്ഞ് തീർക്കുവാനുള്ളതല്ല നിങ്ങളുടെ ജീവിതമെന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. മറിച്ച് ഏത് സാഹചര്യങ്ങളിലും ഒരിക്കലും കൈവിടാതെ കൂടെയുള്ള ദൈവത്തിന്റെ സാന്നിധ്യം നാം മനസ്സിലാക്കുമ്പോഴാണ്, നാം അത് തിരിച്ചറിയുമ്പോഴാണ് ജീവിതയാത്രയിൽ ദൈവിക കരുതൽ നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നത്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും നമ്മെ ഉപദേശിച്ച് വഴി നടത്തുവാൻ പര്യാപ്തമാണ് ദൈവമെന്ന് നാം തിരിച്ചറിയുന്ന നിമിഷമാണ് നമ്മുടെ ജീവിതത്തിൽ വിജയം തുടങ്ങുന്നത്. ഇനി ഒരിക്കലും എനിക്ക് പുറത്തു വരുവാൻ കഴിയുകയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്ന സാഹചര്യങ്ങളിലും എനിക്ക് നിങ്ങളോട് പറയുവാൻ ഒരു സദ്വർത്തമാനമുണ്ട്. നിങ്ങൾ ഈ വിഷയത്തിൽ തീരുകയില്ല, തീർച്ചയായും നിങ്ങൾ ഇതിൽ നിന്ന് പുറത്തു വരും. ഇത്ര ഉറപ്പ് പറയുവാനുള്ള കാരണം, യേശുവിൽ വിശ്വസിക്കുന്ന ഒരുവനെയും നാശത്തിലേക്ക് തള്ളിക്കളയുന്ന ഒരു ദൈവത്തെ എനിക്ക് അറിയുകയില്ല. ഈ ദൈവത്തിൽ വിശ്വസിക്കാൻ തയ്യാറാകുന്ന എല്ലാവരെയും വഴി നടത്തുവാൻ പര്യാപ്തമായ ദൈവത്തിന്റെ പ്രവൃത്തി ജീവിത മേഖലകളിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഓരോ പൈതലും അനുഭവിച്ചറിയും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഇരുണ്ട അവസ്ഥയെ വെളിച്ചമാക്കുവാൻ കഴിയുന്ന, ഇന്നും ജീവിക്കുന്ന യേശുവിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. കർത്താവിന്റെ വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ ശോഭിക്കുവാൻ തുടങ്ങുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ നാം ദൈവിക സന്തോഷവും ദൈവിക സമാധാനവും അനുഭവിക്കുന്നത്. ഇരുൾ നിറഞ്ഞ ഒരു മുറിയിലേക്ക് കടന്നു ചെന്ന് എത്ര ഒച്ചയുണ്ടാക്കിയാലും ആ ഇരുൾ മാറിപ്പോകുകയില്ല. മറിച്ച് ഒരു ദീപവുമായി ഇരുൾ നിറഞ്ഞ മുറിയിലേക്ക് കടന്നു ചെല്ലുന്നുവെങ്കിൽ തീർച്ചയായും ആ റൂം പ്രകാശത്താൽ നിറയുന്നു നമുക്ക് കാണുവാൻ കഴിയും. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവവേദനേ, നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ജീവിതത്തിലെ ഇരുൾ നിറഞ്ഞ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നില്ല എങ്കിൽ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ സകല പ്രയത്നവും അവിടെ നിർത്തിയിട്ട് നിങ്ങളുടെ ജീവിതത്തെ പ്രകാശമാക്കുവാൻ കഴിയുന്ന, നിങ്ങളുടെ ജീവിതത്തെ ഓർഡർ ആക്കുവാൻ കഴിയുന്ന, നിങ്ങൾ സ്നേഹിക്കുന്ന, കരുതുന്ന ഈ യേശുവിന്റെ കരത്തിലേക്ക് ജീവിതത്തെ ഒന്ന് ഏൽപ്പിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? നമ്മുടെ ജീവിതയാത്രയിൽ നമ്മെ നിയന്ത്രിക്കുവാൻ, നമ്മെ ബുദ്ധി ഉപദേശിച്ച് വഴി നടത്തുവാൻ കഴിയുന്ന പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നെങ്കിൽ തീർച്ചയായും ദൈവപ്രവൃത്തി നമ്മുടെ ജീവിത മേഖലകളിലെല്ലാം കാണുവാൻ തുടങ്ങും. യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ ദേശത്തിന് ഒരു പ്രകാശമായി മാറുക എന്നുള്ളതാണ്. നിന്ദിച്ചവരുടെ മധ്യേ മാനിക്കുന്ന, തള്ളിക്കളഞ്ഞവരുടെ മധ്യേ മാനപാത്രമാക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിത മേഖലകളിൽ നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും. ദൈവവചനം എടുത്ത് പഠിക്കുമ്പോൾ ഇരുട്ട് എന്നത് വെളിച്ചത്തിന്റെ അഭാവം ആണ് എങ്കിലും അത് പാപം, മരണം, അജ്ഞത, സാത്താന്റെ സാമ്രാജ്യം എന്നിവയുടെ പര്യായമായി നമുക്ക് കാണുവാൻ കഴിയും. കൊലോസ്യർ 1:13 ആദ്യ ഭാഗത്ത് ഇങ്ങനെ കാണുവാൻ കഴിയുന്നത്, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി. പ്രിയ ദൈവത്തിലെ, ഇരുട്ടിന് അധികാരമുണ്ടോ? ഉണ്ട്. എന്നാൽ ആ അധികാരത്തിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവം കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അവസ്ഥയ്ക്കൊരു മാറ്റം വരും. നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് പുറത്തു വരിക തന്നെ ചെയ്യും. ഇന്ന് തീരുമാനം നമ്മുടേതാ. ഇപ്പൊ നാം കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ കടന്നു പോകണമോ, അതോ നമ്മെ അളവില്ലാതെ സ്നേഹിക്കുന്ന, കരുതുന്ന, ജീവൻ നൽകുന്ന, ജീവിപ്പിക്കുന്ന യേശുവിന്റെ അടുക്കിലേക്ക് അടുത്തു വരണമോ? ഒരിക്കലും നിങ്ങൾ തകർന്നു പോകുവാൻ ദൈവം ആഗ്രഹിക്കാത്തത് കൊണ്ട് വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാ, അവന്റെ അടുക്കിലേക്ക് ഒന്ന് അടുത്തു വരണം. പ്രിയ ദൈവത്തിലെ, നിങ്ങളെ അനുഗ്രഹിക്കുവാൻ അവന് പദ്ധതിയുണ്ട്. അതെ, കൂടെ നിൽക്കുന്നവരെല്ലാവരും നിങ്ങളെ നോക്കി നിങ്ങൾ തീർന്നു എന്ന് പറയുമ്പോൾ പ്രതീക്ഷ കൈവിടരുത്. യേശുവിന്റെ അടുക്കിലേക്ക് അടുത്തുവാ. ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളിലൂടെ ദേശം കാണത്തക്ക വിധത്തിൽ വെളിപ്പെടുത്തുവാൻ ഈ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ഈ കാലഘട്ടത്തിൽ ഏതു വിധേനയും ഒരുവനെ തള്ളിയിടുവാൻ, ഒരുവനെ നശിപ്പിച്ചു കളവാൻ ശ്രമിക്കുന്ന ശത്രുവിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയണമെങ്കിൽ, ശത്രുവിന്റെ തന്ത്രങ്ങളിൽ നിന്ന് ജയം നേടണമെങ്കിൽ തീർച്ചയായും ഈ ദൈവ സാന്നിധ്യം കൂടിയേ തീരൂ. പലരും നമ്മുടെ കയ്യിലിരിപ്പും കഴിവുകേടും കാണുമ്പോൾ നമ്മെ വിട്ടിട്ട് പോകുന്നെങ്കിൽ ഈ ദൈവം ഒരിക്കലും നിങ്ങളെ വിട്ടിട്ട് പോകുകയല്ല. മറിച്ച് നിങ്ങളെ പ്രാപ്തിയുള്ളവനാക്കുന്ന, നിങ്ങളെ വിശുദ്ധനാക്കുന്ന ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിലൂടെ ഒരു വിജയകരമായ ജീവിതം നയിക്കുവാൻ ഈ ദൈവം നമ്മെ സഹായിക്കും. അബ്രഹാമിന്റെ ദൈവമെന്ന് ദൈവം അറിയപ്പെട്ടതുപോലെ എന്റെ ദൈവമെന്ന് ഈ ദൈവം അറിയപ്പെടും. അതെങ്ങനെയാ? നിന്ദിച്ചവരുടെ മധ്യേ, മാറ്റി നിർത്തിയവരുടെ മധ്യേ മാനിച്ചുയർത്തുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടുത്തിക്കൊണ്ട് ദേശത്ത് നിങ്ങളെ ഒരു മാനപാത്രമാക്കുവാൻ ഈ ദൈവം ആഗ്രഹിക്കുന്നു എന്ന് മറന്നുപോകരുത്. ഒരിക്കലും നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റുകയില്ല എന്ന് നിങ്ങൾ കേട്ട വാക്കുകൾ ഇന്ന് നിങ്ങളുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയണം.
എന്നിട്ട് ഏത് പ്രയാസ സാഹചര്യങ്ങളിലും ചേർത്ത് നിർത്തുന്ന, നമ്മെ ഉപദേശിച്ച് വഴി നടത്തുന്ന ദൈവ സാന്നിധ്യം തിരിച്ചറിയണം. അങ്ങനെ ഈ ദിവസങ്ങളിൽ ഒരു വിജയകരമായ ജീവിതം നാം നയിക്കേണ്ടത് ആവശ്യം. ദൈവത്തിന്റെ വെളിച്ചമാകുവാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയോടുമുള്ള ഒരു ആഹ്വാനം ഈ ദൈവസന്നിധിയിൽ നാം അവൈലബിൾ ആകേണ്ടത് ആവശ്യമാണ്. പല കാര്യങ്ങളും പല കാരണങ്ങളും പറഞ്ഞ് പലതിൽ നിന്നും നമുക്ക് മാറി നിൽക്കാൻ പറ്റും. എന്നാൽ ദൈവത്തിന്റെ മുമ്പാകെ നാം അവൈലബിൾ ആകുവാൻ തുടങ്ങുമ്പോൾ, പ്രിയ ദൈവത്തിലെ, നിങ്ങൾ കടന്നു ചെന്ന് പ്രാർത്ഥിക്കുന്ന ചില രോഗികൾ സൗഖ്യമാകുവാൻ പോകുകയാണ്. ദേശങ്ങളോട്, രാജ്യങ്ങളോട്, കുടുംബങ്ങളോട്, രാജാക്കന്മാരോട് ദൈവിക സന്ദേശം കൈമാറുവാൻ നിങ്ങളെ ദൈവത്തിന് ആവശ്യമാണ്. അതെ, നിങ്ങളായിരിക്കുന്ന ജീവിതത്തിലെ ഈസി ചെയറിൽ നിന്ന് എഴുന്നേറ്റ് ദൈവത്തിന് വേണ്ടി ഒരു സ്റ്റെപ്പ് വെക്കാൻ തയ്യാറാകുന്ന നിമിഷം അടുത്ത സ്റ്റെപ്പിൽ തീർച്ചയായും ദൈവ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും. നാളുകളായി ഞാൻ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ കേൾക്കുന്നു, ഇതുവരെ ആയിട്ടും ഒന്നും നടന്നില്ല എന്നാ നിങ്ങൾ പറയുന്നതെങ്കിൽ, ഇന്ന് വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങ്. അവിടെ ദൈവപ്രവൃത്തി നിങ്ങൾ കാണുവാൻ തുടങ്ങും. തന്ന നന്മകളെ കുറിച്ച് മറ്റുള്ളവരോടൊന്ന് പറയുവാൻ തീർച്ചയായും നാം തയ്യാറാകേണ്ടത് ആവശ്യമാണ്. നിങ്ങളെയും യേശു സ്നേഹിക്കുന്നു എന്ന് പറയുവാൻ നാം കടപ്പെട്ടവരാണ്. ഒരുപക്ഷെ ജീവിതത്തിലെ എല്ലാ ആശയും നഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കും അവർ. ഈ യേശു കൊണ്ട് നിങ്ങളുടെ കൂടെ എന്ന് പറയാൻ നാം തയ്യാറാകുമ്പോൾ ഒരുപക്ഷെ അവരുടെ ജീവിതം തന്നെ മാറുന്നത് നമുക്ക് കാണുവാൻ കഴിയും. നിങ്ങൾ ദൈവത്തിന് വേണ്ടി അവൈലബിൾ ആണോ? ഒരു ദൈവിക വെളിച്ചമായി മാറുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ ഞങ്ങളുടെ തൃക്കരങ്ങൾ തരുന്നു. ഇവർ കടന്നുപോകുന്ന സാഹചര്യങ്ങളിൽ കരം പിടിച്ച് നടത്തുന്ന ദൈവ സാന്നിധ്യം ഇവരുടെ ജീവിത മേഖലകളിൽ വെളിപ്പെടട്ടെ. ദൈവത്തിനു വേണ്ടി ചുവടുകൾ വെക്കുവാൻ തീരുമാനമെടുത്ത് തയ്യാറാകുന്ന ഈ ജനത്തിന്റെ ജീവിത മേഖലകളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ദൈവമേ, ഇവരെ ഒരു അനുഗ്രഹമാക്കണം. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സകലമാന മഹത്വം അങ്ങയ്ക്ക്. സകല നസറേനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ, ആമേൻ. യേശുവിന് വേണ്ടി നിങ്ങൾ ചുവടുകൾ വെക്കുവാൻ തുടങ്ങിക്കേ. ദൈവിക പ്രൊവിഷനുകൾ നിങ്ങളെ പിൻപറ്റുന്നത് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അതേ പ്രിയ ദൈവത്തിലെ എല്ലാ ജീവിത മേഖലകളിലും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവമഹത്വം വെളിപ്പെടുവാൻ പോകുക. അത് ദേശങ്ങൾക്ക് ഒരു അനുഗ്രഹമാകുക തന്നെ ചെയ്യും. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് നിങ്ങളുടെ സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.